നമസ്കാരം. 2007 മാർച്ച് 26 രാത്രി ഏകദേശം ഒരു 10:15 മണിയാവും. ആ സമയത്ത് ചിബ സിറ്റി പാർക്കിന് സമീപത്തുള്ള ഒരു ഫ്ളാറ്റിലേക്ക് കുറച്ച് പോലീസുകാർ എത്തിയിരിക്കുകയാണ്. ശരിക്കും ആ പോലീസുകാര് ഒരാളെ തിരക്കി അന്ന് വൈകുന്നേരത്തോടു കൂടി അവിടെ എത്തിയിരുന്നു. അവര് പല സ്ഥലത്തും തിരക്കി നടന്നതിന് ശേഷമാണ് അവർ ഉദ്ദേശിക്കുന്ന കക്ഷി ആ ഫ്ളാറ്റ് സംശയത്തിൽ 4ാം നിലയിൽ ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായത്. അങ്ങനെ മനസ്സിലായതും ആ തിരക്കി വന്ന പോലീസുകാരിൽ ഒരാളെ അവിടെ നിർത്തിയിട്ട് മറ്റേയാള് സഹായികളെ വിളിക്കാനായി പോയിരിക്കുകയായിരുന്നു. അയാളാണ് ബാക്കി ആളുകളുമായി മടങ്ങിയെത്തിയിരിക്കുന്നത്. ഇപ്പൊ ആകെ 9 ആളുകളുണ്ട്. വളരെ രഹസ്യമായിട്ട് അവർ ആ ഫ്ളാറ്റിന്റെ അടിയിലെത്തി. 4 പേരെ അവിടെ നിർത്തിയതിനു ശേഷം 5 പേർ ശബ്ദമുണ്ടാക്കാതെ മറ്റു ഫ്ളാറ്റുകളുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പതുക്കെ സ്റ്റെപ്പുകൾ കയറി തുടങ്ങി. 4ാമത്തെ നിലയിലെ 3ാം നമ്പർ ഫ്ളാറ്റിലേക്കാണ് അവർക്ക് ചെല്ലേണ്ടത്. 4ാം നിലയിൽ അവർ കടന്ന ആ നിമിഷത്തിൽ അവരൊരു കാഴ്ച കാണുകയാണ്. ആ 3ാമത്തെ ഫ്ളാറ്റിന്റെ വാതിൽ തുറന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു ബാഗുമായി അവര് നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റ് വഴിയിലൂടെ ഓടുകയാണ്. ആ കാഴ്ച കണ്ടതും ആ പോലീസുകാര് അതിവേഗം അവന്റെ പുറകെ കുതിച്ചു. പോലീസുകാർ ഓടി ആ കോണിലെത്തിയതും ആ ചെറുപ്പക്കാരൻ പൈപ്പിലൂടെ അതിവേഗം താഴേക്ക് ഇറങ്ങപ്പോ പോലീസുകാരുടെ കയ്യിൽ ആകെ കിട്ടിയത് ആ ചെറുപ്പക്കാരന്റെ ബാഗാണ്. മുകളിലേക്ക് വന്ന പോലീസുകാര് ശരിക്കും റേഡിയോ കയ്യിലെടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ താഴെ നിൽക്കുന്ന പോലീസുകാരോട് ഉടനടി റേഡിയോയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ള പരിപാടി നടന്നതുമില്ല. താഴെ നിൽക്കുന്ന അവരുടെ സഹപ്രവർത്തകരെ ഉറക്കെ ശബ്ദമുണ്ടാക്കി വിളിച്ച് അവർ കൈ കാണിക്കുന്നുണ്ട്. ശരിക്കും ഈ പോലീസുകാര് അവിടെ നിന്ന് ശബ്ദമുണ്ടാക്കുമ്പോൾ ആ നിലയിലെ ഫ്ളാറ്റുകളിലെ വാതിലുകൾ പലതും തുറക്കപ്പെട്ടു. ആളുകളൊക്കെ പെട്ടെന്ന് ശബ്ദം കേട്ട് വാതിലുകൾ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെ കാണുന്നത് കുറച്ച് പോലീസുകാർ അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കുന്നതാണ്. കാര്യം മനസ്സിലാകാതെ ആളുകളൊക്കെ മുകളിൽ നിന്ന് താഴേക്ക് കഴിച്ചുകൊണ്ട് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ഉച്ചത്തിലുള്ള ബഹളം താഴെ നിൽക്കുന്ന പോലീസുകാർ ശ്രദ്ധയപ്പെട്ടു. അവർ പെട്ടെന്ന് മുന്നോട്ട് ഇറങ്ങി മുകളിലേക്ക് നോക്കുമ്പോൾ അവരുടെ സഹപ്രവർത്തകർ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് കേൾക്കുകയാണ്. പെട്ടെന്നാണ് അവർക്ക് ആ സഹപ്രവർത്തകൻ വിരൽ ചൂണ്ടുന്ന ദിശ മനസ്സിലായത്. അവരവിടേക്ക് നോക്കുമ്പോൾ സ്പോർട്സ് ഷൂ ധരിച്ച ഒരു ചെറുപ്പക്കാരൻ അവിടെയുള്ള ഗേറ്റിന് മുകളിൽ കൂടി കയറുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. ആ ചെറുപ്പക്കാരൻ ഗേറ്റിന്റെ മുകളിലേക്ക് കയറുന്ന കണ്ടതും താഴെ നിൽക്കുന്ന പോലീസുകാർക്ക് സംഭവം മനസ്സിലായി. അവർ ആ ഗേറ്റിനടുത്തേക്ക് കുതിച്ചെത്തപ്പോഴേക്കും ആ ചെറുപ്പക്കാരൻ ഗേറ്റിൽ നിന്ന് താഴെ ചാടിക്കഴിഞ്ഞു. അവൻ ആ ഗേറ്റ് വഴി റോഡ് ക്രോസ് ചെയ്ത് മിന്നൽ പോലെ പാഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പോലീസുകാർ ഗേറ്റിനടുത്ത് എത്തുന്നത്. അവർ നേരത്തെ അകത്തേക്ക് കടന്നപ്പോൾ ബോധപൂർവം ആ ഗേറ്റ് അങ്ങ് പൂട്ടിയായിരുന്നു. ഇപ്പോ ആ ഗേറ്റ് തുറന്ന് അവർ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ചെറുപ്പക്കാരന്റെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. ഇതിനിടയിൽ അനവധി വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ആ റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പായുകയും ചെയ്തു. ശരിക്കും ആ വാഹനങ്ങൾക്കിടയിലൂടെ അവൻ എങ്ങനെ ക്രോസ് ചെയ്തെന്ന് ചോദിച്ചാൽ അതൊരു അതിശയമാണ്. നമ്മുടെ ആ 5 പോലീസുകാരുണ്ടല്ലോ അവരെ തന്നെ തുറച്ചു നോക്കി നിൽക്കുകയാണ് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഫ്ളാറ്റുകളിലെ ആളുകൾ. അവർക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. ഒരാള് പോലീസുകാരോട് ചോദിക്കുകയും ചെയ്തു, സാർ എന്താ സാർ സംഭവം? ഞങ്ങൾ ആ 3ാമത്തെ ഫ്ളാറ്റിലെ കക്ഷി നോക്കി വന്നതാണ്. അവൻ ഞങ്ങളെ കണ്ട് ഓടിക്കളഞ്ഞു. ഞങ്ങൾക്ക് ആ ഫ്ളാറ്റ് ഒന്ന് പരിശോധിക്കേണ്ടി വരും. പോലീസുകാർ ആ ആളുകളോട് പറഞ്ഞതിന് ശേഷം ആ ഫ്ളാറ്റിലേക്ക് കടന്നു. ആ ഫ്ളാറ്റിനകത്തേക്ക് കടന്ന പോലീസുകാർ ആ പ്രധാന ഹാളിലും അതുപോലെ ആ ബെഡ്റൂമിലും കിച്ചണിലും ഒക്കെ വിശദമായ പരിശോധന നടത്തിയെങ്കിലും പ്രത്യേകിച്ച് ഒന്നും അവർക്ക് അവിടെ നിന്നും കിട്ടിയില്ല. അങ്ങനെയാണ് ആ രാത്രി അവര് അവിടുത്തെ ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറക്കുന്നത്. ആ 4ാം നിലയിലെ ഫ്ളാറ്റുകൾക്കൊക്കെയും മുകളിൽ ടെറസ് ഉണ്ട്. ശരിക്കും 4 നില ഫ്ളാറ്റാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. മുകളിലത്തെ ഫ്ളാറ്റുകാരുടെ ഒരു വലിയ അവസരമാണ് മുകളിലുള്ള തുറസായ പ്ലേസ് എന്ന് പറയുന്നത്. വാട്ടർ ടാങ്കും അനുബന്ധ സംവിധാനങ്ങളും ഒക്കെ അവിടെയുണ്ട്. തുണി ഉണക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ബാക്കിയുള്ള എല്ലാ ഫ്ളാറ്റുകാർക്കും കോമൺ ആയിട്ട് അവിടെ ഉണ്ട്. എന്നാലും ആ 4ാം നിലക്കാർക്ക് പ്രത്യേകിച്ച് ഒരു സ്പേസ് ഉണ്ടെന്ന് പറയാം. അവിടെ കാര്യമായ കൃഷിയൊക്കെ ഉണ്ട്. പോലീസുകാരെ വെട്ടിച്ച് അവിടെ നിന്ന് ഓടിപ്പോയ കക്ഷി നല്ലൊരു കാർഷിക വിദഗ്ധനാണെന്ന് മുകളിലേക്ക് കയറിയ ആ നിമിഷത്തിൽ തന്നെ പോലീസുകാർക്ക് മനസ്സിലായി. ധാരാളം ചെടിച്ചട്ടികൾ, ആ ചെടിച്ചട്ടികളിലൊക്കെ നല്ല മനോഹരമായി തഴച്ചു കൊടുത്തു നിൽക്കുന്ന ചെടികളും അതിലൊക്കെ ഫലങ്ങളുമുണ്ട്. അവനൊരു ഹോർട്ടിക്കൾച്ചറിസ്റ്റാണ്. ആ ചെടികളൊക്കെ കൗതുകപൂർവ്വം പോലീസുകാർ അങ്ങനെ നോക്കുമ്പോൾ ഒരു പോലീസുകാരന്റെ ശ്രദ്ധ ഏകദേശം 6 അടിയോളം നീളമുള്ള ആ ചെടിച്ചട്ടിയിലേക്ക് ഉടക്കുന്നത്. അയാൾ കണ്ട കാഴ്ച ശരിക്കും അയാളെ ഞെട്ടിക്കുക തന്നെ ചെയ്തു. അയാൾ ഉടൻ മറ്റു പോലീസുകാരെ അവിടേക്ക് വിളിച്ചു വരുത്തി. അവരെല്ലാവരും ഇപ്പോ ആ ചെടിച്ചട്ടിയിലേക്ക് അങ്ങനെ വല്ലാത്ത അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. അവിടെ ആ ചെടിച്ചട്ടിയിൽ ചെടികൾ പൊടിച്ചു നിൽക്കുന്നതിന്റെ ഇടയിൽ കൂടി ഒരു വിരല് പുറത്തേക്ക് നിൽക്കുകയാണ്. ആ വിരല് നേരത്തെ ആ പോലീസുകാരൻ നിന്ന സ്ഥലത്തിന് സമീപത്തായതുകൊണ്ടാണ് അവന്റെ ശ്രദ്ധ ആ വിരലിലേക്ക് പതിഞ്ഞത്. മണ്ണിൽ നിന്ന് ഒരു വിരല് മാത്രം പൊങ്ങി നിൽക്കുകയാണ്. ധാരാളം ചെടികൾ മനോഹരമായി നട്ടിരിക്കുന്ന ആ ചെടിച്ചട്ടി അപ്പോഴാണ് ആ പോലീസുകാർ കുറച്ചുകൂടി കാര്യമായി ശ്രദ്ധിക്കുന്നത്. അതൊരു ബാത്ത് ടബാണ്. ആ ബാത്ത് ടബിനകത്ത് മണ്ണിട്ട് മൂടിയതിനു ശേഷം അതിൽ ചെടി നട്ടിരിക്കുകയാണ്. മണ്ണിനകത്ത് വിരൽ എങ്ങനെ വന്നു?
ആ സംശയം പോലീസുകാർക്ക് മാത്രമല്ല, പോലീസുകാർക്കൊപ്പം ആ വീട്ടിലേക്ക് കയറിയ സമീപത്ത് ഫ്ളാറ്റുകളിലെ ആളുകൾക്ക് തോന്നുകയാണ്. അവരും ഇപ്പോ ടെറസിന്റെ മുകളിലുണ്ട്. പോലീസ് ആ വീട് സെർച്ച് നടത്തുമ്പോൾ മറ്റുള്ള ആളുകൾ കൂടി സംഭവം വീക്ഷിക്കണമെന്ന് ഏതാണ്ട് തീരുമാനിച്ച് ഉറച്ചതിന് ശേഷമാണ് അവരകത്തേക്ക് വിളിപ്പിച്ചത്. അവരും ആ കാഴ്ച കണ്ടു. ആ വിരലിന്റെ താഴോട്ടുള്ള മണ്ണ് പതുക്കെ മാറ്റി തുടങ്ങി. മണ്ണ് മാറ്റിയപ്പോ ആ വിരലിന്റെ താഴോട്ട് ഒരു കൈയുടെ ഭാഗം കാണുകയാണ്. ഒരു സ്ത്രീയുടെ കൈ ആ മണ്ണിലൂടെ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. മണ്ണ് നീക്കൽ പ്രക്രിയ കടക്കുമ്പോൾ ആ ബോഡിയുടെ ഭാഗങ്ങളും വിസിബിൾ ആയി തുടങ്ങി. അതിവേഗമാണ്. തുടർന്ന് പോലീസുകാരും സമീപത്തുള്ള വീട്ടുകാരും ചേർന്ന് ആ ചെടിച്ചട്ടിക്കുള്ളിലെ മണ്ണ് മുഴുവൻ മാറ്റുന്നത്. ചെടികളൊക്കെ പിഴുതു കളഞ്ഞ് മണ്ണ് മാറ്റിയപ്പോൾ അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച ആ ബാത്ത് ടബ് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഒരു യുവതി പൂർണ്ണ നഗ്നിയായി ആ ബാത്ത് ടബിൽ അങ്ങനെ കിടക്കുകയാണ്. ആ സ്ത്രീ മരിച്ചിട്ട് ഒരു 10-20 മണിക്കൂറെങ്കിലും കഴിഞ്ഞു കാണുമെന്ന് അവളുടെ ബോഡി കണ്ട പോലീസുകാർക്ക് ആ നിമിഷം മനസ്സിലാകുകയും ചെയ്തു. നിശ്ചലയായി ആ ബാത്ത് ടബിൽ നീണ്ട് നിവർന്ന് കിടക്കുന്ന ആ സ്ത്രീയുടെ പുറത്തുകൂടി മണ്ണിട്ട് മൂടി അതിൽ ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ സമയം രാത്രി 11:30 കഴിഞ്ഞു. ആ രാത്രിയിൽ തുടർന്നിനി പരിശോധനകൾ നടക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ആ ക്രൈം സീൻ അവര് ലോക്ക് ചെയ്തു. അതിനുശേഷം സമീപത്തെ വീട്ടുകാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തതിനു ശേഷം ആ ഫ്ളാറ്റ് പൂട്ടി ആ ഫ്ളാറ്റിന് പോലീസ് കാവലിട്ടു. പിറ്റേന്നാണ് പിന്നീട് അന്വേഷണം ആരംഭിക്കുന്നത്. ഫോറൻസിക് ടീമും ഹയർ ഒഫീഷ്യൽസ് ഉൾപ്പെടെ സകല ആളുകളും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആ ഫ്ളാറ്റ് നിൽക്കുന്ന പ്ലേസിൽ ഇഷ്ടംപോലെ ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുകയാണ്. ശരിക്കും ഈ വാർത്ത രാവിലെ തന്നെ ജപ്പാനിലെ ന്യൂസ് ചാനലുകൾ റിലീസ് ചെയ്തിരുന്നു. ആരാണ് ആ സ്ത്രീയെന്നോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്നോ എങ്ങനെയാണ് സംഭവിച്ചെന്നോ ഒന്നും തന്നെ ന്യൂസ് ചാനലുകൾ റിവീൽ ചെയ്തിട്ടില്ല. രാത്രി അവർക്ക് കിട്ടിയ ആ വാർത്ത അവര് ബ്രേക്കിംഗ് ന്യൂസായി നൽകിയിരിക്കുകയാണ്. ചാനലുകളുടെ ഒരു ഒഴുക്ക് തന്നെ ആ ഭാഗത്തുണ്ട്. അവരുടെയൊക്കെ ഇടയിലൂടെയാണ് ഫോറൻസിക് ടീമും പോലീസും ആ 4ാം നിലയിലെ ടെറസിലേക്ക് എത്തുന്നത്. ആ സ്ത്രീയുടെ കൈ ഒരു പ്ലാസ്റ്റിക് വയറ് പോലുള്ള സംഭവം കൊണ്ട് വരിഞ്ഞു കെട്ടിയിട്ടുണ്ട്. കാലും കെട്ടിയിരിക്കുകയാണ്. തലയിൽ ഒരു മുടി പോലുമില്ല. ശരിക്കും തലയിലെ മുടി മുഴുവൻ വടിച്ചു മാറ്റിയിരിക്കുകയാണ്. ആ ലേഡിയുടെ ഇടുപ്പിന് മുകൾ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. അവള് ക്രൂരമായി മർദ്ദിക്കപ്പെട്ടിട്ടുണ്ട്. ധാരാളം മുറിവുകൾ അവളുടെ അപ്പർ ബോഡിയിലുണ്ട്. അവളുടെ മുഖത്തിന്റെ ഇടതുഭാഗത്ത്, അതായത് മൂക്കിന്റെ ഈ ഭാഗത്തായിട്ട് നല്ല രീതിയിൽ ഇടികിട്ടിയ പാടുണ്ട്. ശരിക്കും കൈമുഷ്ടി കൊണ്ട് ആഞ്ഞിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പാടുണ്ടല്ലോ, അത് അതുപോലെ തന്നെ ആ സുന്ദരിയുടെ മുഖത്ത് പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം ബോഡി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി പോലീസിന് അറിയേണ്ടത് ആരാണ് ആ കൊല്ലപ്പെട്ടതെന്നാണ്. അവളെ കൊന്നതാര് എന്ന ചോദ്യം ആളുകൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരമായി പോലീസ് ഒരാളെ ചൂണ്ടിക്കാണിക്കുകയാണ്. അവിടെ താമസിച്ചിരുന്നത് 28 വയസ്സുള്ള ഇച്ചിഹാഷി എന്ന വ്യക്തിയാണ്. അയാളുടെ അച്ഛനും അമ്മയും ഡോക്ടേഴ്സാണ്. അവർക്ക് മകനെ ഡോക്ടറാക്കാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിലും അവൻ ഈ കൃഷിയിലേക്കായിരുന്നു താല്പര്യം. അതുകൊണ്ടാണ് അവൻ അഗ്രികൾച്ചർ കോഴ്സൊക്കെ പഠിച്ചതിന് ശേഷം ആ മേഖലയിലേക്ക് അവന്റെ പ്രൊഫഷൻ മാറ്റിയത്. അവനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പത്രങ്ങളും ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവൻ ദിവസവും ഒരു 10-25 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടുന്ന, സ്ഥിരമായി ജിമ്മിൽ പോകുന്ന, ബോഡി നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അവന്റെ അച്ഛനും അമ്മയ്ക്കും നല്ല ജോലി ആയതുകൊണ്ട് തന്നെ നല്ല കാശുണ്ട് അവർക്ക്. ആ കാശ് പോക്കറ്റ് മണിയായി അവന്റെ അടുത്തെത്തുകയും ചെയ്യും. ഇഷ്ടംപോലെ കാശ്, എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അതാണ് അവനെ ശരിക്കും മെഡിസിൻ പഠനത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച ഘടകം എന്ന് പറയാം. അത് നന്നായി പഠിച്ചില്ല. മെഡിസിൻ അഡ്മിഷൻ കിട്ടാതെ വന്നപ്പോഴാണ് ശരിക്കും അവൻ അഗ്രികൾച്ചർ കോഴ്സ് പഠിച്ചിരിക്കുന്നത്. ശരിക്കും ഈ കേസ് ആരംഭിക്കുന്നത് ഒരു മിസ്സിംഗ് കേസിൽ നിന്നാണ്. ഇംഗ്ലീഷുകാരിയായ ഒരു ടീച്ചറെ വൈകുന്നേരം മുതൽ കാണാനില്ല എന്നുള്ള പരാതി അവളുടെ സുഹൃത്തുക്കൾ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞിരുന്നു. ഇതിനോടൊപ്പം പോലീസ് മറ്റൊരു കാര്യം കൂടി പത്രങ്ങൾ വഴി ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ആ കൊല്ലപ്പെട്ട വ്യക്തി ആരെന്നുള്ള വിവരമാണ് പോലീസ് പത്രങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. കൊല്ലപ്പെട്ട വ്യക്തിയുടെ പേര് ലിൻസെ എന്നാണ്. അവരുടെ ജന്മദേശം ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് ജപ്പാനിൽ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കാനായിട്ടാണ് അവരെത്തിയിരിക്കുന്നത്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പത്രക്കാർ ആ ഇംഗ്ലീഷ് ടീച്ചറുടെ കൂട്ടുകാരികളെ കോണ്ടാക്ട് ചെയ്യും. അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് അത് ജനങ്ങളുമായി പങ്കുവയ്ക്കുകയും ചെയ്തു. അങ്ങനെയാണ് ജനം കഥ അറിയുന്നത്. ഈ കഴിഞ്ഞ മാർച്ച് 20-നാണ് യഥാർത്ഥത്തിൽ ആ ടീച്ചർ ഈ ഇച്ചിഹാഷിയെ പരിചയപ്പെടുന്നത്. ആ പരിചയം തുടങ്ങുന്നത് ട്രെയിനിൽ വെച്ചാണ്. ലിൻസെ ഹോക്കർ എന്ന ആ ടീച്ചർ ഇംഗ്ലണ്ടിൽ നിന്ന് ആദ്യം എത്തിയത് ടോക്കിയോയിലാണ്. ടോക്കിയോ ലോകത്തെ ഏറ്റവും എക്സ്പെൻസീവായ നഗരങ്ങളിൽ ഒന്നാണ്. അവിടെ പിടിച്ചു നിൽക്കാൻ ചില്ലറ കാശൊന്നും പോരാ. അങ്ങനെയാണ് അവര് ടോക്കിയോയിൽ നിന്ന് തിരക്ക് കുറഞ്ഞ ചിബ സിറ്റിയിലേക്ക് താമസം മാറ്റുന്നത്. ചിബ സിറ്റിയിൽ ജോലിയും കിട്ടി. അവർ ദിവസവും സൈക്കിളിലാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുക. ജോലി സ്ഥലത്ത് വന്ന് ജോലി കഴിഞ്ഞിട്ട് അവര് ട്രെയിനിൽ തിരിച്ച് വീണ്ടും അവരെ നാട്ടിലേക്ക് തിരിക്കും. അവിടുന്ന് സൈക്കിളിൽ വീട്ടിലേക്ക്. ഈ പ്രക്രിയ കറക്റ്റ് നോട്ട് ചെയ്ത് ഇച്ചിഹാഷി മാർച്ച് 20-ന് ട്രെയിനിനകത്ത് വെച്ച് ആ ടീച്ചറെ പരിചയപ്പെടുന്നത് ഒരു പ്രത്യേക ഡയലോഗ് പറഞ്ഞുകൊണ്ടാണ്. ടീച്ചറെ, ഞാൻ ടീച്ചറുടെ സ്റ്റുഡന്റ് ആണ്.
അങ്ങനെ ഇച്ചിസാക്ഷി പറഞ്ഞപ്പോൾ ലിൻസയ്ക്ക് ഒരു അതിശയം. അവരുടെ ഓർമ്മയിൽ ആ മുഖമില്ല. ഏയ്, നിങ്ങൾ എന്റെ സ്റ്റുഡന്റ് അല്ല, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. അല്ല, ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ടീച്ചർ എന്റെ ടീച്ചർ തന്നെയാണ്. ലിൻസയോട് ആ കക്ഷി അങ്ങനെ പറഞ്ഞപ്പോൾ ലിൻസയ്ക്ക് ഒരു സംശയം. ഇനി ഏതെങ്കിലും പബ്ലിക് മീറ്റിംഗിൽ അവള് ക്ലാസ് എടുത്തപ്പോൾ അതിനകത്തെങ്ങാനും ഈ കക്ഷി പെട്ടുകാണോ? അങ്ങനെ തോന്നിയത് കൊണ്ട് ലിൻസയെ കൂടുതൽ ഡിഫെൻഡ് ചെയ്യാൻ പോയില്ല. അതുപോലെ അവൾക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷനിൽ ട്രെയിൻ എത്തിയതും അവള് അവിടെ ഇറങ്ങി അവളുടെ സൈക്കിൾ എടുത്ത് വീട്ടിലേക്ക് തിരിക്കുകയാണ്. അവളുടെ സൈക്കിൾ അങ്ങനെ ചവിട്ടി പോകുമ്പോൾ അവളുടെ തൊട്ടടുത്ത് മറ്റൊരു സൈക്കിളിൽ ആ സ്റ്റുഡൻ്റ് എത്തി. അവൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ, ടീച്ചർ എന്നെ പഠിപ്പിക്കണം, എനിക്ക് ഭാഷ പഠിക്കാൻ വലിയ ഇഷ്ടമാണ്, ടീച്ചർ ഇംഗ്ലീഷ് പഠിപ്പിച്ചാലേ ശരിയാവും. അവളോട് അങ്ങനെ അവൻ പറഞ്ഞതും ലിൻസെ അവനോട് പറഞ്ഞു, ഏയ്, അതിനൊക്കെ അതിൻ്റെതായ പ്രോപ്പർ മാർഗങ്ങളുണ്ട്. ഈ വഴിയിൽ തടഞ്ഞു നിർത്തി ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരണമെന്ന് പറയുന്നത് ഒരു നല്ല പ്രവണതയല്ല. അങ്ങനെ പറഞ്ഞ അവൾ അവനെ ഒഴിവാക്കി വീട്ടിലേക്ക് സൈക്കിൾ ഓട്ടി പോവുകയും ചെയ്തു. അവൾ താമസിക്കുന്ന വീട്ടിലെത്തി അവൾക്കൊപ്പം താമസിക്കുന്ന മറ്റ് ടീച്ചേഴ്സിനോട് കാര്യം പറഞ്ഞു. ഒരു വട്ടൻ വഴിക്ക് വെച്ച് തടഞ്ഞു നിർത്തി ഇംഗ്ലീഷ് പഠിപ്പിക്കണം എന്ന് പറഞ്ഞ കാര്യം ലിൻസെ പറയുമ്പോൾ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. ആ ടീച്ചേഴ്സ് എന്ന് വാതിൽ തുറക്കുമ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുകയാണ്. എന്താ, ഞാൻ ലിൻസെ ടീച്ചറുടെ സ്റ്റുഡൻ്റ് ആണ്. ലിൻസ, നിന്റെ സ്റ്റുഡന്റ് നിന്നെ അന്വേഷിച്ചു വന്നിരിക്കുന്നു. അങ്ങനെ ആ ടീച്ചേഴ്സ് പറഞ്ഞതും ലിൻസെ അവരുടെ അടുത്തേക്ക് വരുമ്പോൾ അവൾ കാണുന്നത് അവളെ വഴിക്ക് വെച്ച് തടഞ്ഞു നിർത്തി സംസാരിക്കാൻ ശ്രമിച്ച ഇച്ചിഹാഷിയാണ്. ഇച്ചിഹാഷി കണ്ടപ്പോൾ ആദ്യം ഒന്ന് അമ്പരന്ന് പോയെങ്കിലും അവൻ കാര്യം പറഞ്ഞപ്പോൾ ആ ടീച്ചേഴ്സും ലിൻസിയോട് പറഞ്ഞു, അവന് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടല്ലേ നിന്നെ ഫോളോ ചെയ്യുന്നത്, നിനക്ക് സമയമുണ്ടെങ്കിൽ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ആ ടീച്ചേഴ്സ് പറഞ്ഞതും ലിൻസെ അവനെ ആ ബിൽഡിങ്ങിനകത്തേക്ക് ക്ഷണിച്ചു. അവന് കുടിക്കാനുള്ള വെള്ളമൊക്കെ കൊടുത്തിട്ട് ലിൻസെ അവനോട് പറഞ്ഞു, എനിക്ക് ശരിക്കും സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ താല്പര്യം കാണിക്കാത്തത്. അത് കേട്ടതും ഇച്ചിഹാഷി പറഞ്ഞു, ടീച്ചറെ, എനിക്ക് ദിവസവും 1 മണിക്കൂറിന്റെ ക്ലാസ് മതി. 1 മണിക്കൂറിന്റെ ക്ലാസ്സിന് ടീച്ചർക്ക് ഞാൻ നല്ല പ്രതിഫലം നൽകാം. നല്ല പ്രതിഫലം എന്ന് കേട്ടപ്പോൾ ആ ടീച്ചറുടെ മുഖത്ത് ഒരു സന്തോഷമുണ്ടായി. അവൾ ഇംഗ്ലണ്ടിൽ നിന്ന് ജപ്പാനിൽ എത്തിയിരിക്കുന്നത് അത്യാവശ്യം കാശുണ്ടാക്കാനാണ്. ലിൻസെ അവൻ പ്രതിഫലം നല്ല രീതിയിൽ നൽകുമെന്ന് പറഞ്ഞതും അവനോട് ഒരു കണ്ടീഷൻ വെച്ചു. ഓക്കെ, ഞാൻ ക്ലാസ് എടുക്കാം, പക്ഷേ അത് ഓപ്പൺ സ്പേസിൽ മാത്രമായിരിക്കും, ഒന്നുകിൽ ഏതെങ്കിലും കഫേയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പാർക്കിൽ. ലിൻസെ പറഞ്ഞത് കേട്ടതും ഇച്ചിഹാഷിക്ക് സന്തോഷമായി. ഇച്ചിഹാഷി ലിൻസയുടെ കയ്യിൽ നിന്ന് ഒരു പേപ്പർ വാങ്ങിച്ച് ആ പേപ്പറിൽ ചില വരകളൊക്കെ വരച്ചു. അതിനുശേഷം അവൻ ആ പേപ്പർ മടക്കി കൊടുത്തപ്പോൾ അതിൽ ലിൻസെ കാണുന്നത് അവരുടെ മനോഹരമായ ഒരു ചിത്രമാണ്. ആ ചിത്രത്തിന്റെ അടിയിൽ അവന്റെ പേരും അഡ്രസ്സും എല്ലാം എഴുതിയിട്ടുണ്ട്. എന്നാണ് ക്ലാസ് തുടങ്ങിയിട്ടെന്നുള്ള കാര്യം ലിൻസെ അവനെ ആ നമ്പറിൽ അറിയിക്കണമെന്നാണ് അവൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവൾ അന്ന് തന്നെ ആ വിവരം ഇംഗ്ലണ്ടിലുള്ള അവളുടെ ബോയ് ഫ്രണ്ടിനെ മെയിലിലൂടെ അറിയിച്ചു. ഒരു പുതിയ കഥാപാത്രം വന്നിട്ടുണ്ട്, അവൻ 1 മണിക്കൂർ ദിവസം ഇംഗ്ലീഷ് ക്ലാസ് എടുത്താൽ നല്ല പ്രതിഫലം നൽകാമെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യവും അവളുടെ ബോയ് ഫ്രണ്ടിനെ അറിയിക്കുകയും ചെയ്തു. എന്തായാലും അവസാനം ആ ഡേറ്റ് എത്തി, മാർച്ച് 25. അന്നാണ് ലിൻസെ ഇച്ചിഹാഷിക്ക് ക്ലാസ് തുടങ്ങുന്നത്. പറഞ്ഞതുപോലെ ഒരു കോഫി ഷോപ്പിൽ അവർ രണ്ടുപേരും ഒന്നിച്ചുകൂടി. കോഫി കുടിക്കുന്നതിനിടയിൽ ലിൻസെ അവനെ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിച്ചു തുടങ്ങി. വളരെ രസകരമായി ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഈ ലിൻസയ്ക്കുണ്ട്. ലിൻസെ ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ വേറെയും ആളുകളൊക്കെ വരികയും അവരുടേതായ ആക്ടിവിറ്റിയിൽ മുഴുകുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ശബ്ദം ഉണ്ടാകുമല്ലോ. ശബ്ദം കൂടിക്കൂടി വന്നതും ഇച്ചിഹാഷി ലിൻസയോട് പറഞ്ഞു, ടീച്ചറെ, ഇവിടെ ഭയങ്കര ശബ്ദം, നമുക്ക് മറ്റെങ്ങോട്ടെങ്കിലും മാറിയാലോ? എനിക്ക് ശബ്ദത്തിനിടയിൽ പഠിക്കാൻ പറ്റുന്നില്ല, ഇവിടെ അടുത്താണ് എൻ്റെ വീട്, ടീച്ചർക്ക് എന്നെ അവിടെ ഇരുത്തി പഠിപ്പിക്കാലോ. അങ്ങനെ അവൻ പറഞ്ഞതും കൂടുതലൊന്നും ആലോചിക്കാതെ ലിൻസെ അവനൊപ്പം ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തിറങ്ങി ഒരു ടാക്സിയിൽ അവൻ്റെ വീട്ടിലെത്തി. ടാക്സി ഡ്രൈവറോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതിന് ശേഷം ലിൻസെ ആ ചെറുപ്പക്കാരനൊപ്പം ആ ഫ്ലാറ്റിലെ 4ാമത്തെ നിലയിലേക്ക് പോയി. 4ാമത്തെ നിലയിലെ 3ാമത്തെ ഫ്ലാറ്റാണ് ഇച്ചിഹാഷിയുടെ ഫ്ലാറ്റ് എന്ന് പറയുന്നത്. ടാക്സി ഡ്രൈവർ കുറെ നേരം ആ ടീച്ചർക്ക് വേണ്ടി കാത്തു നിന്നു. കുറെ നേരമായിട്ടും ടീച്ചർ താഴോട്ടിറങ്ങി വരുന്നില്ല എന്ന് ഉറപ്പായതും ആ ടാക്സി ഡ്രൈവർ അവിടെ നിന്ന് അടുത്ത ഓട്ടം ലക്ഷ്യമാക്കി നീങ്ങി. രാത്രിയായിട്ടും ടീച്ചർ മടങ്ങി വരാതായപ്പോഴാണ് ശരിക്കും ആ ടീച്ചർക്കൊപ്പം താമസിച്ചിരുന്ന മറ്റ് ടീച്ചേഴ്സ് അന്വേഷണവുമായി ഇറങ്ങുന്നത്. അവസാനം ആ അന്വേഷണം പോലീസിലെത്തുന്നത്. ഇത്രയും വിവരങ്ങൾ കൂടി പത്രങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ആളുകളെ അറിയിച്ചപ്പോൾ ആളുകൾക്കൊക്കെ ഭയങ്കര അതിശയം. ഇച്ചിഹാഷി ഇംഗ്ലീഷ് പഠിപ്പിക്കാനായി ആ ടീച്ചറെ അവന്റെ ഫ്ലാറ്റിൽ വിളിച്ചു വരുത്തിയതിനു ശേഷം കൊല ചെയ്തിരിക്കുകയാണെന്നുള്ള കാര്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാം. എന്തിനാ അവൻ കൊല ചെയ്തത്?
ആ ചോദ്യത്തിന്റെ ഉത്തരം ആളുകൾ തേടുമ്പോഴേക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. അവള് ശ്വാസം മുട്ടിയാണ് മരിച്ചിരിക്കുന്നത്. അതിനു പുറമെ ഒരു കാര്യം കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്തുണ്ട്. അവള് ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ലിൻസെ യഥാർത്ഥത്തിൽ ഒരു ബ്ലാക്ക് ബെൽറ്റുകാരിയാണ്. ബ്ലാക്ക് ബെൽറ്റുകാരിയായ ആ ടീച്ചറെ ആ ശൈലിയിൽ അപകടപ്പെടുത്തി റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തണമെങ്കിൽ അത് ചെയ്ത വ്യക്തിക്കും മാർഷൽ ആർട്സിൽ ഒരു പ്രാവീണ്യം ഉണ്ടാകണം. അത് മനസ്സിലാക്കിയ പത്രങ്ങൾ ഇച്ചിഹാഷിയുടെ ബാക്ക്ഗ്രൗണ്ട് തിരഞ്ഞപ്പോഴാണ് അവർ ശരിക്കും ഞെട്ടുന്നത്. അവൻ ഒരു ഒന്നൊന്നര ബ്ലാക്ക് ബെൽറ്റുകാരനാണ്. ശരിക്കും അവൻ ഈ കോമ്പറ്റീഷനിലേക്ക് മത്സരിക്കുകയും വിജയം നേടുകയും ചെയ്യുന്നത് ഒരു തുടർ പ്രവർത്തനമാക്കി വെച്ചിരിക്കുന്ന കഥാപാത്രമാണ്. അവനോട് പിടിച്ചു നിൽക്കാൻ സാധാ ബ്ലാക്ക് ബെൽറ്റുകാരിയായ ആ ലിൻസയ്ക്ക് കഴിയാതെ വന്നതാണ് അവളുടെ മരണത്തിൽ കലാശിച്ചത്. അങ്ങനെയാണ് അവളുടെ കഴുത്തിലെ ആ എല്ല് വരെ ഒടിഞ്ഞത്. ഫർണിച്ചർ ഉപയോഗിച്ചും അവളെ അവൻ ആക്രമിച്ചിട്ടുണ്ട്. ആ ഫ്ലാറ്റിനകത്ത് ഫോറൻസിക് വിഭാഗം നടത്തിയ പരിശോധനയിൽ ഫർണിച്ചറിൽ പറ്റിയിരിക്കുന്ന തൊലിയൊക്കെ അവർ അടർത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പത്രങ്ങൾ ഇപ്പോൾ ആളുകളെ അറിയിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ചെടിച്ചട്ടിയായി മാറിയ ആ ബാത്ത് ടബിനകത്ത് നിറച്ച മണ്ണിൽ നടത്തിയ രാസപരിശോധനാ റിപ്പോർട്ട് വരുന്നത്. വീര്യം കൂടിയ ചില കെമിക്കലുകൾ ആ മണ്ണിനകത്ത് കലർത്തിയിട്ടുണ്ടാകും. മനഃപൂർവ്വം കലർത്തിയതാണ്. ബോഡി അതിവേഗം മണ്ണിനോട് ലയിച്ചു ചേരാൻ വേണ്ടി ഇച്ചിഹാഷിക്ക് അറിയാവുന്ന ആ കെമിക്കൽ ഇച്ചിഹാഷി അവിടെ കലർത്തിയതാണ്. പോലീസ് സമഗ്രമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അവന്റെ ഫ്ളാറ്റിന് സമീപത്തുള്ള ഒരു ഹാർഡ്വെയർ ഷോപ്പിൽ മാർച്ച് 25-ന് അവൻ 6 തവണ വന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. അവിടെ നിന്ന് അവൻ ഒരു ട്രോളി അതുപോലെ അനവധി സംവിധാനങ്ങൾ ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ആ ട്രോളിയിൽ അവൻ മണ്ണ് അവിടെ കൊണ്ടുവന്ന് ആ ഫ്ലാറ്റിലെ ലിഫ്റ്റ് വഴി മുകളിലെത്തിച്ച് അതവൻ്റെ ഫ്ലാറ്റിൽ എത്തിച്ചിട്ടുമുണ്ട്. ശരിക്കും ലിഫ്റ്റിലൂടെ അല്ല അന്നേ ദിവസം പോലീസ് മുകളിലേക്ക് കയറിയത്. പക്ഷേ ലിഫ്റ്റിലൂടെയാണ് ഇച്ചിഹാഷി എല്ലാ സാധനങ്ങളും മുകളിലെത്തിച്ചിരിക്കുന്നത്. ബാത്റൂമിലുണ്ടായിരുന്ന ബാത്ത് ടബിനെ അവിടെ നിന്ന് വലിച്ചിഴച്ച് പ്രധാന ഹാളിലൂടെ ബാൽക്കണിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അങ്ങനെ ആ ബാത്ത് ടബ് ഇഴഞ്ഞു പോയതിൻ്റെ അടയാളങ്ങളൊക്കെ ആ ബിൽഡിങ്ങിനകത്തുനിന്ന് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. സമീപത്ത് വീട്ടുകാരൊക്കെ ഒരു ശബ്ദം ഫ്ലാറ്റിനകത്ത് കേട്ട കാര്യം പോലീസിനോട് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ലിൻസയുടെ ബാഗും അനുബന്ധ സംവിധാനങ്ങളൊക്കെ തുടക്കത്തിൽ തന്നെ പോലീസ് അവിടെ നിന്ന് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇച്ചിഹാഷിക്കെതിരെ അറസ്റ്റ് വാറണ്ട് പോലീസ് പുറപ്പെടുവിച്ചു. ജപ്പാനിലെ എല്ലാ വിമാനത്താവളങ്ങളിലും എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും എന്ന് വേണ്ട സകല സ്ഥലത്തും അവന്റെ ചിത്രങ്ങൾ പതിപ്പിക്കപ്പെട്ടു. പിടികിട്ടാപ്പുള്ളിയായി അവനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ എന്ന ലേബലിട്ട് ഇച്ചിഹാഷി എല്ലായിടത്തും പോസ്റ്ററായി മാറി. സംഭവം ഇതിനിടയിൽ ഇംഗ്ലണ്ടിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ലിൻസയുടെ മാതാപിതാക്കളും സഹോദരിമാരും അവളുടെ ബോയ്ഫ്രണ്ടും ഒക്കെ ടോക്കിയോയിലെത്തി. അവിടെ നിന്ന് ഈ ചെറുനഗരത്തിലും എത്തി. അവരൊക്കെ ഈ ലിൻസയുടെ പടം ഒട്ടിച്ച പ്ലക്കാർഡുകളുമായി പല സ്ഥലത്തും ഇച്ചിഹാഷിക്ക് വേണ്ടി തിരക്കി. ഇച്ചിഹാഷിയെ കണ്ടുകിട്ടുന്നവർ ആ വിവരം പോലീസിനെ അറിയിക്കണമെന്നുള്ള അവരുടെ അഭ്യർത്ഥന അടങ്ങിയ പോസ്റ്ററുകൾ ഇഷ്ടംപോലെ ചെലവഴിക്കപ്പെടുകയാണ്. ആ ഇച്ചിഹാഷി ജപ്പാൻ ജനതയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു വല്ലാത്ത അപമാനമാണ്. ഇംഗ്ലീഷുകാരിയായ ആ ടീച്ചർ ജപ്പാനിലെ ആളുകൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അനിവാര്യമായും വേണ്ട ഒരു മാധ്യമമായിരുന്നു. അവരെയാണ് ആ ഇച്ചിഹാഷി ഇല്ലാതാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ജനത്തിന്റെ പ്രതികരണം വളരെ രൂക്ഷമായിട്ട് തന്നെ പത്രങ്ങളിലൂടെയും അല്ലാതെയൊക്കെ വരികയാണ്. അതിലൊക്കെ ഇച്ചിഹാഷിയെ പിടികൂടാത്ത പോലീസിനെതിരെ ശക്തമായ വിമർശനമുണ്ട്. ഒരു ഹോട്ടല് 20ഓളം പോലീസുകാർ ചേർന്ന് റെയ്ഡ് നടത്തിയ ഒരു സംഭവം പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അവിടെ ഈ ഇച്ചിഹാഷി ഉണ്ടെന്നുള്ള വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അവിടെ എത്തിയതും റെയ്ഡ് നടത്തിയതും. പക്ഷെ പോലീസിനെ വളരെ സുന്ദരമായി കബളിപ്പിച്ച് ഇച്ചിഹാഷി മുങ്ങി എന്നുള്ള വാർത്തയാണ് ജനം പത്രങ്ങളിലൂടെ അറിയുന്നത്. ഇച്ചിഹാഷിയെ വേട്ടയാടുന്ന പോലീസ് ഒരുക്കുന്ന തന്ത്രങ്ങളൊക്കെ അതിസമർത്ഥമായി ഇച്ചിഹാഷി മറികടക്കുന്ന കഥകൾ തുടർച്ചയായി പത്രങ്ങൾ വഴി ജനം അറിയുകയാണ്. ആ 20 പേരും കൂടി ചേർന്ന് അവിടെ റെയ്ഡ് നടത്തുമ്പോൾ അവിടെ നിന്ന് ആ പോലീസുകാരുടെ ഇടയിലൂടെ കടന്നുപോയ ഒരു സ്ത്രീ യഥാർത്ഥത്തിൽ ഇച്ചിഹാഷി ആയിരുന്നു എന്നുള്ള വിവരം പിന്നീടാണ് പോലീസ് അറിയുന്നത്. അതുകൊണ്ട് ഇപ്പോ ഇച്ചിഹാഷിയുടെ ചിത്രത്തിന് കൂടെ ആ സ്ത്രീയുടെ ചിത്രം കൂടി പോലീസ് പ്രചരിപ്പിക്കുകയാണ്. ഏത് വേഷവും ഇച്ചിഹാഷി ധരിക്കും. ഇച്ചിഹാഷി യഥാർത്ഥത്തിൽ ഈ റെയ്ഡുകൾ നടക്കുന്നതൊക്കെ രക്ഷപ്പെട്ടത് പോലീസ് തീരെ പ്രതീക്ഷിക്കാത്ത വേഷത്തിലും രൂപത്തിലും ഒക്കെയാണ്. ഇച്ചിഹാഷി അതുവരെ ഒരു വില്ലൻ മാത്രമായിരുന്നു. ഇപ്പോ ഇതാ അമാനുഷിക കരുത്തുള്ള ഒരു കഥാപാത്രമായി പതുക്കെ മാറുകയാണ്. ഇച്ചിഹാഷിയെ തിരക്കി പോലീസ് സകല സ്ഥലത്തും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ സമയവും അങ്ങ് കടന്നു പോവുകയാണ്. ആഴ്ചകളും മാസങ്ങളും ഒക്കെ അതിവേഗം കടന്നുപോയി. 2008 2008 തുടക്കത്തിൽ ഗേ സെക്സ്വൽ താല്പര്യമുള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പിനകത്ത് ഇച്ചിഹാഷി വന്ന് പെട്ടതായി ഒരു വാർത്ത പോലീസിന് കിട്ടി.
പോലീസ് അവരെ തിരക്കിറങ്ങി. പക്ഷേ പോലീസ് എത്തുമ്പോഴേക്കും ഇച്ചിഹാഷി അവിടെ നിന്നും മുങ്ങി. 2008 ഒക്ടോബർ ആയപ്പോൾ അന്വേഷണ സംഘത്തിലുള്ള പോലീസുകാരുടെ എണ്ണം 140 വർദ്ധിച്ചിരിക്കുകയാണ്. ഒരുപാട് ആധുനിക സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പൊ പോലീസുകാർ ഇച്ചിഹാഷിയെ തിരക്കുന്നത്. 140 പോലീസുകാർ തലങ്ങും വിലങ്ങും അന്വേഷിച്ചിട്ടും ഇച്ചിഹാഷിയുടെ പൊടി പോലും അവർക്ക് കിട്ടുന്നില്ല. ഇതിനിടയിൽ ഒരു ന്യൂസ് പതുക്കെ പടരുകയാണ്. ഇച്ചിഹാഷി ആത്മഹത്യ ചെയ്തു എന്നാണ് ആ വാർത്ത. ആ വാർത്തയെക്കുറിച്ചുള്ള വിവരം അറിഞ്ഞതും ലിൻസിയുടെ മാതാപിതാക്കൾ അതിശക്തമായി ആ വാർത്തയോട് പ്രതികരിച്ചു. അന്വേഷണം ഉഴപ്പാനായി പോലീസ് തന്നെ ഇറക്കിയ കഥയാണ് ആ ഇച്ചിഹാഷിയുടെ ആത്മഹത്യാ വാർത്ത. ഞങ്ങൾക്ക് നീതി ലഭിക്കണം, നീതി ലഭിക്കണമെങ്കിൽ ഇച്ചിഹാഷി ശിക്ഷിക്കപ്പെടണം, അതിന് ഏതറ്റം വരെ ഞങ്ങൾ പോകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിൻസിയുടെ പിതാവിന്റെ സ്റ്റേറ്റ്മെന്റ് വലിയ പ്രാധാന്യത്തോടുകൂടിയാണ് സകല പത്രങ്ങളും റിലീസ് ചെയ്യുന്നത്. ജപ്പാനിൽ പത്രങ്ങൾക്ക് വല്ലാത്തൊരു പ്രാമുഖ്യമുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പത്രം വായിക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ജപ്പാനാണ്. സകല ആളുകളും എല്ലാ ദിവസവും പത്രം വായിക്കും. അത് ജപ്പാന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഈ വാർത്തകൾ സൂക്ഷ്മമായിട്ടും സത്യസന്ധമായും ജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു കോമ്പറ്റീഷൻ പത്രങ്ങൾക്കിടയിൽ വളരെ സജീവമാണ് ജപ്പാനിൽ. ഇതിനിടയിൽ 2009 മാർച്ചായി. 2007 മാർച്ചിലാണല്ലോ ലിൻസി മരിക്കുന്നത്. അവളുടെ മരണത്തിന് 2ാം വാർഷികത്തിൽ പോലീസ് ലിൻസിയുടെ കട്ടൗട്ടിന് പകരം ഇച്ചിഹാഷിയുടെ കട്ടൗട്ട് വ്യാപകമായി പ്രചരിപ്പിച്ചു. അവനെ എവിടെ കണ്ടാലും ആളുകൾ തിരിച്ചറിയുകയും പോലീസിനെ അറിയിക്കുകയും വേണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി പോലീസിനുണ്ട്. വലിയ വലിയ കട്ടൗട്ടുകൾ സാധാരണ നമ്മൾ കാണുക സിനിമാ താരങ്ങളുമായി കണക്ട് ചെയ്തുകൊണ്ടാണ്. ഇവിടെ സിനിമാ താരങ്ങൾക്ക് പകരം കൊടും ക്രിമിനലായ ഇച്ചിഹാഷിയുടെ കട്ടൗട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളായി അങ്ങനെ ഉയരുകയാണ്. ആ കട്ടൗട്ടിൽ കാണുന്ന വ്യക്തിയെ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടാൽ പോലീസിനെ അറിയിക്കണം. ലോക ചരിത്രത്തിൽ തന്നെ ആ ശൈലിയിൽ കട്ടൗട്ട് വഴി പോലീസ് ഒരു കുറ്റവാളിയെ ജനങ്ങൾക്കിടയിൽ പരിചയപ്പെടുത്തുന്നത് ആദ്യമായിട്ടാണ്. 2009 ജൂണിൽ ജപ്പാൻ പോലീസ് ഇച്ചിഹാഷിയെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്കുള്ള പാരിതോഷിക തുക ഒന്നുകൂടെ പുതുക്കി. അതുവരെ ഇന്ത്യൻ റുപ്പിയിൽ 6 ലക്ഷം രൂപയായിരുന്നു അവരുടെ പാരിതോഷിക തുക. അത് 60 ലക്ഷമാക്കി അവർ മാറ്റി. ആ ഇൻഫർമേഷന് ഫലമുണ്ടായി. നാഗോയ് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് 2 ആളുകൾ പോലീസിനെ സമീപിച്ചു. ഒരാളൊരു കോസ്മെറ്റിക് സർജറി നടത്തുന്ന സ്ഥാപനത്തിലെ ആളാണ്, മറ്റേയാള് ഒരു ഫെറി കമ്പനിയിലെ ആളാണ്. അവർ 2 പേരും ഇച്ചിഹാഷിയെ കണ്ടിട്ടുണ്ടെന്നാണ് അവർ പോലീസിന് റിപ്പോർട്ട് ചെയ്തത്. പോലീസിനെ ഞെട്ടിച്ച ഇൻഫർമേഷൻ പക്ഷെ കൊടുത്തത് ആ കോസ്മെറ്റിക് സർജറി ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ഇച്ചിഹാഷി ഒരു കോസ്മെറ്റിക് സർജറിക്ക് വിധേയനായിട്ടുണ്ട്. അതിന്റെ ഫലമായി അവന്റെ മുഖത്ത് വന്നിരിക്കുന്ന മാറ്റം എങ്ങനെയാണെന്ന് പോലീസിനെ ബോധ്യപ്പെടുത്താനായി ഇച്ചിഹാഷിയുടെ കോസ്മെറ്റിക് സർജറിക്ക് ശേഷമുള്ള ഫോട്ടോകളുമായിട്ടാണ് ആ ഡോക്ടർ പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. ആ ഫോട്ടോയിലേക്ക് നോക്കിയ പോലീസ് ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. അവരൊരുപാട് കട്ടൗട്ടുകൾ, അവരൊരുപാട് പോസ്റ്ററുകൾ ഒക്കെ നിരന്തരമായി നമ്മുടെ ഇച്ചിഹാഷിക്ക് വേണ്ടി ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ പോസ്റ്ററുകളിലും കട്ടൗട്ടിലും കാണുന്ന കഥാപാത്രമേ അല്ല ഇപ്പോ ഇച്ചിഹാഷി. അയാളൊരു പുതിയ ആളാണ്. ആ ഫോട്ടോയിലേക്ക് നോക്കി ഇതികർത്ത മൂഢരായി ഇരുന്നു പോയ നമ്മുടെ പോലീസുകാർ ഉടൻ തന്നെ ആ ഫോട്ടോ ബേസ് ചെയ്ത് പോസ്റ്ററുകളും കട്ടൗട്ടുകളും വീണ്ടും ഇറക്കി. നേരത്തെ ഞങ്ങൾ പറഞ്ഞ ആളല്ല ഇച്ചിഹാഷി, ഇതാണ് ഇച്ചിഹാഷി എന്നുള്ള ശൈലിയിലാണ് ശരിക്കും ആ പോസ്റ്റർ വരുന്നത്. പത്രങ്ങളിൽ ഇത് രണ്ടും കമ്പയർ ചെയ്തുകൊണ്ട് വാർത്തകൾ വന്നപ്പോൾ ജനം അന്തം വിട്ടു പോവുകയാണ്. ഈ ശൈലിയിലേക്ക് കോസ്മെറ്റിക് സർജറി വഴി ഒരാളുടെ മുഖം മാറ്റിയാൽ ഏത് കളനും കൊലപാതകയും രക്ഷപ്പെട്ടു പോയില്ലേ? വല്ലാത്തൊരു ചോദ്യമാണ് ജനം ചോദിക്കുന്നത്. അവന്റെ ആദ്യത്തെ ചിത്രത്തിലെ ചുണ്ടും 2ാമത്തെ ചിത്രത്തിലെ ചുണ്ടും തമ്മിൽ നോക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ വാപൊളിച്ചു പോകും. 2ാമത്തെ ചിത്രത്തിലെ ചുണ്ട് നല്ല നേർത്തിട്ടാണ്. അവന്റെ കൺപോളയിലേക്ക് നോക്കിയാൽ അതിലേറെ നമ്മൾ ഞെട്ടും. അവന്റെ കൺപോളയിൽ ഒരു അഡീഷണൽ മടക്ക് പുതിയ ചിത്രത്തിലുണ്ട്. ആദ്യത്തെ ചിത്രത്തിൽ അവന്റെ കവിളിൽ മറുകുണ്ടായിരുന്നു. പുതിയ ചിത്രത്തിൽ ആ മറുകേളില്ല. ആദ്യത്തെ ചിത്രത്തിൽ കാണുന്ന ആളിന് ഒരു പതിഞ്ഞ മൂക്കാണ് ഉണ്ടായിരുന്നത്. പുതിയ ചിത്രത്തിലെ ആളിന് നല്ല ഉയരമുള്ള മൂക്കാണ് ഉള്ളത്. ഈ ചിത്രത്തിൽ ഒരു കാര്യം കൂടി പറയുകയാണ്, പുതിയ സർജറിക്ക് മുമ്പുള്ള ഫോട്ടോയാണ് അതെന്നാണ്. എന്ന് പറഞ്ഞാൽ പോലീസ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന പോസ്റ്ററിലുള്ള കക്ഷി ആയിരിക്കത്തില്ല യഥാർത്ഥത്തിൽ ഇപ്പോ ഇച്ചിഹാഷിയുടെ രൂപത്തിൽ ഇനിയും മാറ്റം വന്നിട്ടുണ്ടാവും. ആ വിവരം കൂടി പോലീസ് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട്. പത്രങ്ങൾ അവൻ ഏതൊക്കെ ശൈലിയിലേക്ക് രൂപം മാറാൻ സാധ്യതയുണ്ട് എന്നുള്ള ശൈലിയിൽ അവരുടേതായ സ്കെച്ചുകളൊക്കെ നിർമ്മിച്ച് അതും കൂടി പത്രങ്ങൾ വഴി ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ധാരാളം സ്കെച്ച് ആർട്ടിസ്റ്റുകൾ ഈ പത്രങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അവരൊക്കെ അതിമനോഹരമായി ആ സ്കെച്ചിങ് നടത്തിയപ്പോൾ ആളുകൾക്ക് ഇച്ചിഹാഷി ഏത് രൂപത്തിലേക്ക് മാറിയാലും തിരിച്ചറിയാൻ കഴിയുമെന്നുള്ള ശൈലി എത്തി. അങ്ങനെയാണ് 2009 നവംബറിൽ ഒരു ഫെറിയിലൂടെ അവൻ ഒസാക്കയിൽ എത്തിയപ്പോൾ ഒസാക്കയിൽ
ജനം അവനെ പിടികൂടുന്നത്. അവരുടെയൊക്കെ കൈവശം ഈ പത്രങ്ങൾ ഇറക്കുന്ന ധാരാളം പോസ്റ്ററുകളും ധാരാളം ആ സ്കെച്ചുകളും ഉണ്ടല്ലോ. ആ സ്കെച്ചിൽ കാണുന്ന ഒരാളെ ഫെറിയിലെ യാത്രക്കാർ തുടക്കം മുതലേ നോട്ട് ചെയ്തിരുന്നു. അവൻ ഒസാക്കയിൽ ഇറങ്ങിയതും അവരെല്ലാം കൂടി വളയുകയും പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. ആളുകളെല്ലാം കൂടി ഇച്ചിഹാഷി എന്ന് പറഞ്ഞ് ഒരു ചെറുപ്പക്കാരനെ വളഞ്ഞു വെച്ചിരിക്കുന്ന വിവരം അറിഞ്ഞിട്ടാണ് പോലീസ് എത്തുന്നത്. പോലീസ് ആ ചെറുപ്പക്കാരനെ പിടികൂടുമ്പോൾ ആ ചെറുപ്പക്കാരൻ പോലീസിനോട് ചോദിക്കുന്നത് അവനെ എന്തിനു പിടിച്ചു എന്നാണ്. നീ ഇച്ചിഹാഷി അല്ലേന്ന് ചോദിക്കുമ്പോൾ ഇച്ചിഹാഷിയോ, ഞാനെങ്ങനെ ഇച്ചിഹാഷിയാവും എന്നാണ് അവൻ തിരിച്ചു ചോദിക്കുന്നത്. അവനെ എങ്ങനെ ചോദ്യം ചെയ്തിട്ടും അവൻ ഇച്ചിഹാഷിയാണെന്ന് സമ്മതിക്കുന്നില്ല. പക്ഷെ പോലീസ് അവനെ അവിടെ നിന്ന് പോക്കി നേരെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അവനെ നിരന്തരമായി ചോദ്യം ചെയ്തു തുടങ്ങി. അവന്റെ രൂപവും ഇച്ചിഹാഷിയുടെ രൂപവും തമ്മിൽ സാമ്യമൊന്നുമില്ല. പക്ഷേ ഒരു സാമ്യം പോലീസിന് തുടക്കം മുതൽ തോന്നുന്നുണ്ട്. രണ്ടുപേരുടെയും ബോഡി നല്ല മസിൽ ബോഡിയാണ്. അവരുടെ രണ്ടുപേരുടെയും കൈകൾക്ക് നല്ല തഴക്കമുണ്ട്. രണ്ടുപേരുടെ കൈകളിൽ ശരിക്കും നല്ല ഈ മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്തതിന്റെ ഒരു അടയാളമുണ്ട്. ഇച്ചിഹാഷി ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണ്, ഒരു കരാട്ടെ വിദഗ്ധനാണ്. അവന്റെ കയ്യിലും ആ കരാട്ടെ വിദഗ്ധരുടെ കയ്യിൽ കാണുന്ന പോലെ അടയാളങ്ങളുണ്ട്. അവന്റെ കൈ മുറുക്കി പിടിക്കുമ്പോൾ അവിടെ ശരിക്കും ഇടിക്കുന്നതിന്റെ ഒരു പഞ്ചടയാളം നന്നായി പതിഞ്ഞിട്ടുണ്ട്. അതൊക്കെ കാണിച്ച് അവനെ ചോദ്യം ചെയ്തിട്ടും അവൻ സമ്മതിക്കുന്നില്ല. അവൻ ഇച്ചിഹാഷി അല്ല എന്ന് തന്നെയാണ് അവന്റെ അഭിപ്രായം. പക്ഷെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇച്ചിഹാഷിയാണെന്ന് തെളിയിക്കാൻ ഒരു മാർഗമുണ്ട്. അതവന്റെ DNA പരിശോധനയാണ്. അവന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന സമയമാണ്. രണ്ടുപേരും ഡോക്ടേഴ്സാണ്. അവരുടെ പ്രൊഫൈല് പോലീസിന്റെ കൈവശമുണ്ട്. ആ പ്രൊഫൈല് അവർ നേരത്തെ തന്നെ സംഘടിപ്പിച്ചതാണ്. ആ പ്രൊഫൈലുമായി അവന്റെ DNA ഒത്തു നോക്കിയപ്പോൾ ആ കാര്യം വ്യക്തമായി. അവൻ ഇച്ചിഹാഷി തന്നെയാണ്. പത്രങ്ങൾ വഴി ആ വാർത്ത റിലീസ് ചെയ്യുമ്പോൾ ജനത്തിന് അതിൽ വല്ലാത്ത ആവേശം ഉണ്ടാക്കിയാണ്. അവരെല്ലാരും കൂടി ചേർന്നിട്ടാണല്ലോ ഇച്ചിഹാഷിയെ പൊക്കിയത്. പോലീസ് അവനെതിരെ മൃതദേഹം ഒളിപ്പിച്ചതിന് കേസ് ചാർജ് ചെയ്തു, റേപ്പ് ചെയ്തതിന് ചാർജ് ചെയ്തു, കൊല ചെയ്തതിന് ചാർജ് ചെയ്തു. കുറെ ദിവസം അവൻ പിടിച്ചെന്നെങ്കിലും അവസാനം DNA പരിശോധന അവന് എതിരായി മാറിയോടുകൂടി അവൻ അവസാനം കുറ്റം സമ്മതിച്ചു. എന്നാൽ പൂർണ്ണമായി അവൻ കുറ്റം സമ്മതിച്ചു ചോദിച്ചാൽ ഇല്ല. കോടതിയിൽ ആ കേസ് എത്തിയപ്പോൾ അവന്റെ വക്കീല് ഒരു വാദവുമായി എഴുന്നേറ്റിരിക്കുകയാണ്. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അയാളുടെ കക്ഷിക്ക് വേണ്ടി വാദിക്കുകയാണ്. ആ ടീച്ചറോട് ഒരു ഇഷ്ടം ഇച്ചിഹാഷിക്ക് തോന്നി എന്നുള്ളത് സത്യമാണ്. ആ ടീച്ചറോടുള്ള ഇഷ്ടമാണ് ആ ടീച്ചറെ ആ ഫ്ലാറ്റിൽ എത്തിക്കാൻ പ്രേരിപ്പിച്ചത്. അവിടെ വെച്ച് സെക്ഷൽ താല്പര്യം അവൻ കാണിച്ചപ്പോൾ ടീച്ചർ വിസമ്മതിച്ചു. അങ്ങനെയാണ് അവൻ ടീച്ചറെ റേപ്പ് ചെയ്യുന്നത്. ടീച്ചറെ അവൻ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവള് ശബ്ദമുണ്ടാക്കി. ടീച്ചർ ശബ്ദമുണ്ടാക്കുന്നത് തടയാൻ അവൻ ശ്രമിച്ചപ്പോൾ അവന്റെ കൈ ടീച്ചറെ മൂക്കുമായും പൊത്തിപ്പിടിക്കുന്നതിലെത്തി. അതാണ് അവളെ മരണത്തെ കലാശിച്ചത്. അവളെ ശ്വസിക്കുന്നില്ല എന്ന് തോന്നിയതും അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഐഡിയ അവൻ വർക്കൗട്ട് ചെയ്തു. ആ ഐഡിയയുടെ ഭാഗമായിട്ടാണ് ബാത്റൂമിൽ ഉണ്ടായിരുന്ന ആ ബാത്ത് ടബിനെ അവൻ പുറത്തേക്ക് എടുക്കുന്നത്. ആ ബാത്ത് ടബ് അവൻ അവിടെ നിന്ന് വലിച്ച് പാടുപെട്ട് നേരെ മുകളിലെ ആ ടെറസിൽ കൊണ്ടുവന്ന് വെച്ചു. അതിനുശേഷം വളരെ പാടുപെട്ട് മണ്ണൊക്കെ കൊണ്ടുവന്ന് ആ ബാത്ത് ടബിൽ നിറച്ചു. സാധാരണഗതിയിൽ അവൻ ചെടിച്ചട്ടിയിൽ മണ്ണ് നിറച്ച് ചെടികളുടെ വിത്തൊക്കെ ഇടുമ്പോൾ വിത്ത് കിളിർത്തു വരുമല്ലോ, വിത്ത് കിളിർത്തു വന്ന് ജീവൻ ഉണ്ടാവുമല്ലോ. അതുപോലെ ഈ മണ്ണിനകത്ത് ആ ടീച്ചറെ കിടത്തിക്കഴിഞ്ഞാൽ ആ ടീച്ചർക്ക് ആവശ്യമായ സൂര്യപ്രകാശമൊക്കെ കിട്ടി വെള്ളമൊക്കെ കിട്ടുമ്പോൾ ടീച്ചർക്ക് പതുക്കെ ജീവൻ വരും. ആ ഒരു പ്രതീക്ഷയിലാണ് അവൻ ആ ടീച്ചറെ ആ ബാത്ത് ടബിൽ കിടത്തി ടീച്ചറുടെ പുറത്തുകൂടി മണ്ണിട്ട് എന്നിട്ട് വെള്ളം തളിക്കുന്നത്. ആവശ്യമായ കെമിക്കൽ അവൻ ഇട്ടത് തന്നെ കീടങ്ങൾ ആക്രമിക്കാതിരിക്കാനാണ്. ടീച്ചർക്ക് കൂട്ടിന് വേണ്ടി അവൻ ചെടികൾ കൂടി ടീച്ചർ പുറത്തങ്ങ് നട്ടു. ടീച്ചറും ആ ചെടികളും ഒന്നിച്ച് വളരട്ടെ എന്നാണ് അവൻ കരുതിയത്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത അവൻ തികച്ചും നിഷ്കളങ്കനാണെന്നാണ് ആ വക്കീലിന്റെ വാദം. വക്കീലിന്റെ വിചിത്രമായ വാദം സ്വാഭാവികമായും കോടതി മുറിയിൽ ഒരു വല്ലാത്ത സ്തംഭനാവസ്ഥ ഉണ്ടാക്കിയെന്ന് പറയാം. ആദ്യമായിട്ടാണ് ഈ ശൈലിയിൽ ഒരു വക്കീല് പ്രതിക്ക് വേണ്ടി വാദിക്കുന്നത് അവർ കേൾക്കുന്നത്. പക്ഷേ പ്രോസിക്യൂഷന്റെ ഭാഗമായ വക്കീലുമാർ അതിനെ ഖണ്ഡിച്ചു. അവൻ നിരപരാധി ആയതുകൊണ്ടായിരിക്കും ടീച്ചറുടെ ബോഡിയിൽ ഒരുപാട് പരിക്കുകൾ ഉണ്ടായിരിക്കുന്നത്. അവൻ നിരപരാധി ആയതുകൊണ്ടായിരിക്കും ടീച്ചറുടെ കഴുത്ത് ഒടിഞ്ഞത്. അങ്ങനെ 100,000 തെളിവുകൾ ആ പ്രോസിക്യൂഷൻ അവിടെ അവതരിപ്പിച്ചതും കോടതി അവന് ജീവപര്യന്തം തടവ് വിധിച്ചു. അവന് വധശിക്ഷ വേണം കൊടുക്കാനെന്നാണ് ലിൻസിയുടെ മാതാപിതാക്കളുടെ ആവശ്യം. പക്ഷെ ജപ്പാനിൽ വധശിക്ഷ വളരെ അപൂർവമായി മാത്രമേ വിധിക്കപ്പെടുള്ളൂ. അവന് 28 വയസ്സേ പ്രായമുള്ളൂ. 32 വയസ്സ് ആകുന്ന ആ സമയത്ത് അവന് ഈ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത നിലവിലിരിക്കുന്നതോടുകൂടിയാണ് അവന് വധശിക്ഷ ഒഴിവാക്കി ജീവപര്യന്തം തടവ് വിധിക്കുന്നതെന്നാണ് ജഡ്ജി പറഞ്ഞത്. 32 വയസ്സ് കഴിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അവന് വധശിക്ഷ കിട്ടിയേനെ. ജപ്പാനിൽ വധശിക്ഷ ലഭിക്കണമെങ്കിൽ ആ ആൾക്ക് മുൻകാല ക്രിമിനൽ പശ്ചാത്തലം വേണം, പ്ലാനിങ് വേണം. പിന്നെ ഒരാളെ കൊന്നാലൊന്നും പോരാ വധശിക്ഷ കിട്ടാൻ. ഒരുപാട് ആളുകളെ കൊന്ന ആളിനെ ചിലപ്പോൾ ജപ്പാൻ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയേക്കും.
ഒരാളൊക്കെ സാധാരണ ഒരു കൊലപാതകമായിട്ടാണ് അവിടെ പരിഗണിക്കുക. അതുകൊണ്ടാണ് അവന് ജീവപര്യന്തം തടവ് മാത്രം നൽകി പുനരധിവാസ കേന്ദ്രത്തിലേക്ക് അയക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനയോടുകൂടി ആ കേസ് അവസാനിപ്പിക്കുന്നത്. നമ്മൾ പല കൊലപാതക കേസുകളും ഈ ചാനൽ വഴി കേൾക്കാറുണ്ടെങ്കിലും ഒരാളെ കൊന്നിട്ട് ആ ആളെ ബാത്ടബിൽ കിടത്തി പുനർജീവനത്തിന് വേണ്ടി ശ്രമിച്ച ഒരു കക്ഷിയെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതിനു മുമ്പേ ഇത്തരത്തിലൊരു കഥ കേട്ടിട്ടില്ലെന്നാണ്. ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.